നമസ്കാരം. സംഘപരിവാർ വിരോധമാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ മുഖമുദ്ര. അവർക്ക് ആ സംഘപരിവാർ വിരോധമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. സംഘപരിവാറിനെയും BJP-യെയും രാഷ്ട്രീയമായി എതിർക്കേണ്ടത് ആവശ്യമാണ്. അത് എതിർക്കുക തന്നെ വേണം. ഏത് രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി എതിർത്തുകൊണ്ടാണല്ലോ വളരേണ്ടത്. അവരുടെ നയങ്ങളെ വിമർശിക്കാം, ഭരണത്തെ വിമർശിക്കാം, കഠിനമായി അവർക്കെതിരെ നിലപാടെടുക്കാം. പക്ഷേ അയിത്തം കൽപ്പിക്കുന്നത് ഉചിതമാണ്. നമ്മുടെ രാജ്യത്തെ ഭരണഘടനയ്ക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, ഒരു സാമൂഹിക പ്രസ്ഥാനത്തെയൊക്കെ അയിത്തം കൽപ്പിച്ച് നിരന്തരം വിദ്വേഷം പടർത്തിയാണ് ഇവിടെ ഇടത് വലത് മുന്നണികൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രീയമല്ല അവർ ചർച്ച ചെയ്യുന്നത്, അയിത്തമാണ്. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് നിയമം, മുത്തലാഖ് നിയമം, കശ്മീരിലെ ഭരണഘടനാ ഭേദഗതി, ഇതൊക്കെ നഖശിഖാന്തമാണ് ഇരു മുന്നണികളും എതിർക്കുന്നത്. അത് രാഷ്ട്രീയ എതിർപ്പല്ല. അതിൻ്റെയൊക്കെ പിന്നൊരു മതം കണ്ടെത്തി അതൊരു അയിത്തത്തിൻ്റെ ഭാഗമായി എതിർക്കുകയാണ്. പക്ഷേ ഇവർ തിരിച്ചറിയാത്തത് പഴയ ദേശാഭിമാനിയുടെ കാലമല്ലിത്. ഈ കാലത്ത് ജനങ്ങൾക്ക് വിവേകബുദ്ധിയുണ്ട്. ഒരു വിഷയം മനസ്സിലാക്കാൻ, അത് പഠിക്കാൻ അവർക്കറിയാം. രാഷ്ട്രീയമായി എതിർക്കുന്നതിന്, ഇപ്പോൾ മോദിയുടെ ഭരണത്തെ, ഏകാധിപത്യത്തെ, ജനാധിപത്യത്തോട് BJP-ക്ക് താല്പര്യക്കുറവുള്ളതിനെ ഒക്കെ എതിർക്കാം. എന്തിനേറെ RSS-ന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെയും എതിർക്കാം. അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ അയിത്തം കൽപ്പിച്ച് വെറുപ്പും വിദ്വേഷവും പടർത്തുമ്പോൾ സാധാരണ മനുഷ്യർക്ക് കൂടുതൽ താല്പര്യമേ ഉണ്ടാവൂ എന്നിവർ തിരിച്ചറിയുന്നില്ല. വാസ്തവത്തിൽ കേരളത്തിൽ സംഘപരിവാറിനെ വളമിട്ട് കൊടുക്കുന്നത്, അതിനെ വളർത്തുന്നത്, അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതൊക്കെ ഈ CPM-ഉം കോൺഗ്രസും ഈ അയിത്തത്തിലൂടെയാണ്. കേരളത്തിൽ ചാണകം തൊടില്ല, കേരളത്തിൽ BJP ഞങ്ങൾ അടുപ്പിക്കില്ല എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ അടുത്ത കാലം വരെ. പക്ഷേ എന്നിട്ട് എന്തുണ്ടായി? പതിയെ BJP വളർന്നു. കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ അവർ പിടിച്ചു. അവർക്ക് അവിടെ നിന്ന് ഇറക്കി വിടാൻ കഴിയുന്നില്ല. ഇനി അവിടേക്ക് തിരിച്ചു വരാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് അവർക്ക് വിശ്വാസമില്ല. കേരളത്തിൽ പല മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഇവർ ഭരിക്കുന്നു. ഒന്നല്ല 3 MLA-മാരാണ് നിയമസഭയിലുള്ളത്. ഒരു MP ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നു. അയാൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്രയധികം വളർച്ച BJP-ക്ക് ഉണ്ടായെങ്കിൽ അതിൻ്റെ പ്രധാന ഘടകം ഇവിടുത്തെ ഇടത് വലത് മുന്നണികളുടെ ഈ അകാരണമായ അയിത്തമാണ്. പക്ഷെ ഇവർക്കത് തിരിച്ചറിയില്ല. ഇവർ BJP വളരാൻ വേണ്ടി നിരന്തരം ഇങ്ങനെ അയിത്ത കഥകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും. ഇവർ ഈ കാര്യത്തിൽ ഒരുമിച്ചാണ്. ഒരു ആത്മാർത്ഥതയുമില്ല. പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ. വെളിയിൽ എതിർക്കും, അകത്തനുകൂലിക്കും. നമുക്ക് PM ശ്രീയിൽ കണ്ടതാണ്. ഇടതുമുന്നണി PM ശ്രീക്കെതിരെ ഘോരഘോരം പ്രസംഗിച്ചു, എന്നിട്ട് ഒപ്പിട്ട് കൊടുത്തു. UDF അധികാരത്തിൽ വന്നാൽ ഉടനെ PM ശ്രീ ആറ്റിലെറിയുമെന്ന് പറഞ്ഞു. വന്നിട്ട് പറഞ്ഞു നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ലെന്ന്. ഇത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും. വഖഫിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. വഖഫിനെ അവർ എതിർത്തു, സുപ്രീം കോടതിയിൽ പോയി. പക്ഷേ കേന്ദ്രത്തിൻ്റെ പുതിയ വഖഫ് നിയമം അനുസരിച്ചാണ് ഇവർ വഖഫ് ബോർഡിന് രൂപം കൊടുക്കുന്നത്. ഇതാണ് തട്ടിപ്പാണ്, ജനങ്ങളെ പറ്റിക്കുക. ഇതിനപ്പുറത്തേക്ക് ഇവർക്ക് താല്പര്യമില്ല. ഇപ്പോൾ നോക്കൂ, 2 വിഷയങ്ങളാണ് അവർ ഉയർത്തുന്നത്. വന്ദേ മാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ വരാൻ പോകുന്ന ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് എല്ലാ വീടുകളിലും ദേശീയ പതാക എന്നൊരു സങ്കല്പവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഹർ ഘർ തിരങ്ക എന്നാണ് ആ പദ്ധതിയുടെ പേര്. ഈ ഹർ ഘർ തിരങ്കയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഒരു കത്തയച്ചിരിക്കുന്നു കേരളത്തിന്. ഈ ഹർ ഘർ തിരങ്കയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പരിപാടികളും ദേശീയ ഗാനം മുഴുവനായി ചെല്ലണമെന്നാണ്. ഇക്കാര്യം ചീഫ് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിക്ക് ഒരു കത്തിലൂടെ അയച്ചു. ഇതോടുകൂടി പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. ഇടതും വലതും എതിർക്കുന്നു. അറിഞ്ഞില്ലെന്ന് പറയുന്നു, അറിഞ്ഞെന്ന് പറയുന്നു, ചെയ്യുന്നില്ലെന്ന് പറയുന്നു, ചെയ്തെന്ന് പറയുന്നു. എന്തെല്ലാം കഥകളാണ് ഇവർ പറയുന്നത്. ആബിദ് അടിവാരം എന്ന ആഗോള വർഗീയ വിദ്വേഷ പ്രചാരകൻ, അയാൾ എങ്ങനെ എഴുതി? മറ്റൊരു മതത്തിലെ ദൈവത്തിന് സ്തുതി പാടാൻ താല്പര്യമില്ലാത്തവർ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തന്നെയല്ലേ ഈ ഉത്തരവിൽ പറയുന്നത്? ഇത് UDF സർക്കാർ അറിഞ്ഞുകൊണ്ടൊരു ഉത്തരവാണോ? അതോ മന്ത്രിമാരുടെ മുകളിൽ ഉത്തരവിറക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വകയാണോ? ദേശീയ ഗാനത്തിന് മുകളിൽ വന്ദേ മാതരത്തെ പ്രതിഷ്ഠിക്കുകയും അതിലെ മറ്റു മതക്കാർക്ക് ആലപിക്കാൻ ബുദ്ധിമുട്ടുള്ള ഇത്രകാലം രാജ്യം മാറ്റിവെച്ച ഭാഗങ്ങൾ കൂടി ആലപിക്കണം എന്ന് BJP സർക്കാർ തീരുമാനിക്കുകയും ചെയ്യുന്നതിൽ അസാംഗത്യമൊന്നുമില്ലേ? ഹിന്ദു രാജ്യമെന്ന അവരുടെ അജണ്ട തുറന്നു പറഞ്ഞുകൊണ്ടാണ് അവർ വോട്ട് ചോദിക്കുന്നതും അധികാരത്തിലെത്തുന്നതും. BJP നാട് വികസിപ്പിക്കുമെന്ന് കരുതി ഒരാളും BJP-ക്ക് വോട്ട് ചെയ്യില്ല. ആ പണി അവർക്കറിയില്ല എന്ന് ഓരോ ഇന്ത്യക്കാരനും അറിയാം. അവരുടെ ലക്ഷ്യം വിചാരധാരയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പറയാത്തതൊന്നും അവർ ചെയ്യുന്നില്ല. പക്ഷേ കേരളം ഭരിക്കുന്ന UDF സർക്കാർ വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കുന്ന ഹിന്ദുമത രാജ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്നതിന് കാരണം എന്താണ്? മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും നിഷിദ്ധമായ ബഹുദൈവ കീർത്തനങ്ങൾ കേട്ടുകൊണ്ടാണോ മുസ്ലിം ക്രിസ്ത്യൻ മന്ത്രിമാർ സല്യൂട്ട് സ്വീകരിക്കുക? വന്ദേ മാതരത്തെ അപകീർത്തിപ്പെടുത്തിയാൽ കടുത്ത ശിക്ഷ നൽകുന്ന നിയമം കൂടി പാസ്സാക്കിയതോടെ രാജ്യത്തുടനീളം ഇതിൻ്റെ പേരിൽ വലിയ ബഹളങ്ങളും അറസ്റ്റും ഉണ്ടാകുന്ന ഉറപ്പാണ്. VD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ അറിഞ്ഞുകൊണ്ടാണോ സംഘീയ അജണ്ടകൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേഗത്തിൽ കേരളത്തിലേക്ക് ഒളിച്ചു കടത്ത് ഇങ്ങനെ പോവുകയാണ്. എന്നിട്ട് വന്ദേ മാതരത്തിനെതിരെ കുറേ കഥ പറയുന്നുണ്ട്. എൻ്റെ പൊന്നു ചങ്ങാതിമാരെ, ഇവർ അവരുടെ നയങ്ങൾ വ്യക്തമാക്കി ഈ നാട്ടിലെ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ അധികാരത്തിൽ വന്നതാണ്. നിയമപരമായി പാർലമെന്റിൽ പാസ്സാക്കിയാണ് നിയമം കൊണ്ടുവരുന്നത്. അതനുസരിക്കാൻ ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും ബാധ്യസ്ഥരാണ്. അതാണ് നമ്മുടെ ജനാധിപത്യം പറയുന്നത്. നിങ്ങൾ ഇതിൻ്റെ പേരിൽ കുത്തിത്തിരിപ്പ് നടത്തിയിട്ട് കാര്യമില്ല. ഇതും കഴിയാതെ ഇപ്പോൾ സവർക്കറുടെ പേരിൽ ബഹളം വയ്ക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ കുമ്പള, മഞ്ചേശ്വരം വിദ്യാഭ്യാസ ഉപജില്ലകളിൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന ഫ്രീഡം ക്വിസിൽ വന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം വിവാദമായിരിക്കുന്നു.
ഇവർ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുന്നു. പ്രതിപക്ഷം എതിർക്കുന്നു, സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ചോദ്യം ഇതാണ്, ബ്രിട്ടീഷുകാർ ഏറ്റവും അധികം കാലം ജയിലിലടച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ആ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഉത്തരസൂചിയിൽ പറയുന്നു വി.ഡി. സവർക്കർ. ഇത് വി.ഡി. സവർക്കറെ വെള്ളതേക്കാൻ വേണ്ടി സർക്കാർ ചെയ്തതാണ് എന്ന് പ്രതിപക്ഷം പറയുന്നു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് ചോദിച്ച് സർക്കാർ അന്വേഷണം നടത്തുന്നു. എന്തൊരു കഷ്ടമാണെന്നാലും ചോദ്യം എന്താണ്? സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ ജയിലിലടച്ച വ്യക്തി ആരാണ്? ഈ ചോദ്യവും ഈ വിവാദവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സവർക്കറെ കുറിച്ചുള്ള പല തെറ്റിദ്ധാരണയും മാറ്റുമെന്നാണ്. സവർക്കർ നിങ്ങൾ പലരും പറഞ്ഞതുപോലെ അല്ല. സവർക്കർ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഹൈന്ദവാശയത്തിലേക്ക് മാറിയതുകൊണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനി അല്ലാതാകുമോ? BJPയുടെയും RSSന്റെയും വക്താവായിരുന്നു സന്ദീപ് വാര്യർ. അവിടെ നിന്ന് കോൺഗ്രസിലേക്ക് മാറിയപ്പോൾ സ്വീകാര്യനായി. പക്ഷെ ഒരാൾ തിരിച്ചു മാറിയാൽ അയാൾ വെറുക്കപ്പെട്ടവനാണ്. ഇതെന്തുതരം ശാസ്ത്രമാണ്? ഇതുമായി ബന്ധപ്പെട്ട് E.D. വെങ്കിടേശൻ പനമരം എഴുതിയിരിക്കുന്ന കുറിപ്പ് ശ്രദ്ധേയമാണ്. അദ്ദേഹം ചോദിക്കുന്നു, ബ്രിട്ടീഷുകാരികളുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒരു വിവാദവും ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ ചോദിച്ചത് ബ്രിട്ടീഷുകാരിൽ നിന്നും ഏറ്റവും കൂടുതൽ തടവ് ശിക്ഷ ലഭിച്ചത് ആർക്കായിരുന്നു എന്ന ചോദ്യമാണല്ലോ. ബ്രിട്ടീഷുകാരോട് ഒരു തരത്തിലും പോരാടി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കുകയും പോരാടാതെ നിശബ്ദത പാലിക്കുന്നതിനെ ഞങ്ങൾ അഹിംസക്കാരാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയും പോരാടാൻ ഇറങ്ങുന്നവരെ ഭഗവത്ഗീത ഉയർത്തി കാണിച്ച് അഹിംസ ആയിരിക്കണം നമ്മുടെ സമരമാർഗം എന്ന് പറഞ്ഞ് പിന്തിരിപ്പിക്കുകയും എന്നാൽ അതേ ബ്രിട്ടീഷുകാരോടൊപ്പം ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ ഓരോ ഗ്രാമത്തിലെയും ചെറുപ്പക്കാർ തയ്യാറാകണമെന്ന് ആഹ്വാനവും ചെയ്തവർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഇത്രയും വിവാദം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ ഇവിടെ ചോദിച്ചത് അതല്ലല്ലോ. അതാണ് MSFകാർക്ക് സഹിക്കാൻ കഴിയാത്തത്. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഇതേ വി.ഡി. സവർക്കറുടെ സ്റ്റാമ്പ് തന്നെയല്ലേ ഇന്ദിരാഗാന്ധി 1970 പ്രകാശനം ചെയ്തത്? ഇതേ വി.ഡി. സവർക്കറുടെ പേര് തന്നെയല്ലേ 22 ജൂലൈ 18 ആന്തമാൻ വിമാനത്താവളത്തിൽ നൽകിയത്? സ്വാതന്ത്ര്യ സമര സേനാനി വീർ സവർക്കർക്ക് ജയ് വിളിച്ചാൽ പോലും മാപ്പ് പറയിപ്പിക്കുന്ന മരപ്പൊട്ടന്മാരുടെ നാടായി മാറുകയാണോ നമ്മൾ? 2023 മംഗലാപുരത്ത് ബന്തുവാൾ താലൂക്കിലെ മാഞ്ചി സർക്കാർ സ്കൂളിൽ ആഗസ്റ്റ് 15 വീര സവർക്കർ ജയ് വിളിച്ച പ്രിൻസിപ്പലിനെ കൊണ്ട് അവിടുത്തെ രാഷ്ട്രവിരുദ്ധരും ദേശദ്രോഹികളും ചേർന്ന് മാപ്പ് പറയിച്ചു. യഥാർത്ഥ സ്വാതന്ത്ര്യ സമര സേനാനിയായ വീർ സവർക്കർ ചരിത്രവും വീർ സവർക്കരെയും യുവതലമുറ മനസ്സിലാക്കിയാൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ അഭിനയിച്ച ഡ്യൂപ്ലിക്കേറ്റുകളെ തിരിച്ചറിയുമെന്ന് ഭയം വല്ലാതെ പിടികൂടിയവരാണ് ഇവരൊക്കെ എന്നതല്ലേ സത്യം. സത്യമേവ ജയതേ എന്ന ദേശീയ മുദ്രാവാക്യം എഴുതി വച്ച ശേഷം സത്യം കാണുമ്പോൾ വിളർ പിടിക്കുന്നത് എന്തിനാണാവോ? നട്ടപ്പാതിരായ്ക്ക് പന്തവും കുന്തവും വടിവാളുകളുമായി ഹിന്ദുക്കളുടെ വീടുകളിൽ കയറി ചെന്ന് കൊള്ളയും കൊലയും ബലാത്സംഗവും നടത്തിയവനെയും സംഘത്തെയും സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് വിശേഷിപ്പിക്കുന്ന നാട്ടിൽ ശ്രീരംഗപട്ടണത്തിൽ നിന്നും പേ പിടിച്ച നായയെപ്പോലെ കേരളത്തിലെ നാട്ടുരാജ്യങ്ങളെ ഒരു കാരണവുമില്ലാതെ വന്ന് ആക്രമിച്ചതിനെ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന നാട്ടിൽ ഇവന്മാരെയെല്ലാം മതനാമത്തിൻ്റെ പേരിൽ വോട്ടുകൾക്ക് വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുമ്പോൾ ബ്രിട്ടീഷുകാരോട് ഒരു തരത്തിലും പ്രതികരിക്കാതെ പുലർത്തിയ നിശബ്ദതയ്ക്ക് അഹിംസ എന്ന് പേരുമിട്ട് അവയെല്ലാം വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി രൂപപ്പെടുത്തിയ കോൺഗ്രസ് മുഗളന്മാരുടെ അനുയായികൾക്ക് വേണ്ടി വാലാട്ടി നടക്കാനും ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടി ഇതേ കോൺഗ്രസിൽ നിന്നും തെന്നിമാറി നടന്ന ജിന്നയെ മതേതരത്വം എന്ന് പറഞ്ഞ് തോളിലേറ്റ് നടക്കാനും തുടങ്ങിയപ്പോൾ ദേശത്തിനും ദേശീയതയ്ക്കും ഹിന്ദുത്വത്തിനും വേണ്ടി നിലകൊണ്ടുവന്ന കാരണത്താൽ മാത്രം വർഗീയവാദിയായി ചിത്രീകരിക്കപ്പെട്ട യഥാർത്ഥ സ്വാതന്ത്ര്യ സമര പോരാളിയെ കാലാപ്പനി സിനിമയിലെ ഗോവർദ്ധൻ എന്ന കഥാപാത്രത്തിന് ഷൂ നക്കലിനെയും ജയിൽ ചാട്ടപ്രകാരമുള്ള നടപടിക്രമങ്ങളെയും മാപ്പെഴുതുകളായും പരിഹസിക്കുമ്പോൾ എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി ജീവിച്ചവന്മാർ ജീവിച്ച കെട്ടിടത്തിന് ജയിൽ എന്ന് പേര് നൽകി സ്വാതന്ത്ര്യ സമര സേനാനികളായി വാഴ്ത്തപ്പെടുമ്പോൾ സത്യമേവ ജയതേ എന്ന ദേശീയ മുദ്രാവാക്യം ഈ വാഴ്ത്തുന്നവരെ നോക്കി ചിരിക്കുകയാണ് ഉളുപ്പില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിശബ്ദമായി. സ്വാതന്ത്ര്യ സമര പോരാളികളെ കഴിയാവുന്നത്ര തല്ലിച്ചതച്ച ബ്രിട്ടീഷുകാർ നെഹ്റുവിനെയും ഗാന്ധിയെയും എത്ര വട്ടം തല്ലിയിട്ടുണ്ട്? ചെവിക്ക് പിടിച്ചു തിരുമിയായി പോലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒന്നറിയിക്കണേ. ബ്രിട്ടീഷുകാരാൽ ചതയ്ക്കരയ്ക്കപ്പെട്ടവരുടെ ചിത്രമാണോ, ബ്രിട്ടീഷുകാരുടെ തലോടലേറ്റ് ജീവിച്ചവരുടെ ചിത്രമാണോ സർക്കാർ ഓഫീസിലെ ചുമരുകളിൽ തൂങ്ങേണ്ടത്? ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര പോരാളികൾ പിടഞ്ഞു വീണ് മരിച്ച മണ്ണിൽ പിടയാത്ത രണ്ടുപേരുടെ ജന്മദിനം മാത്രം ആഘോഷിക്കുന്നതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം മനസ്സിലാക്കാൻ പ്രബുദ്ധരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർക്ക് എന്നാണാവോ സാധ്യമാവുക? ഇത്തരം ചർച്ചകളും പോസ്റ്റുകളും ഒക്കെ എത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഈ BJP RSS വിരുദ്ധർ ഓർക്കുക. സോഷ്യൽ മീഡിയയിൽ സവർക്കറെ സ്തുതിക്കാൻ, സവർക്കറെക്കുറിച്ച് ജനങ്ങൾക്കറിയാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഈ വിവാദ സൃഷ്ടികർത്താക്കൾ ചെയ്യുന്നത്. എന്തായാലും സവർക്കർ സംഘപരിവാർ വിരുദ്ധർ പറയുന്നത് പോലെ സൂനക്കിയല്ല, നേരെ മറിച്ച് സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്നു എന്ന് വ്യക്തമാക്കാൻ മാത്രമാണ് ഈ വിവാദം കാരണമായത്.